20 വർഷത്തിന് മുകളിൽ നീണ്ട പ്രൊഫഷണൽ ഫുട്ബോൾ കരിയറിൽ ആദ്യമായി ജർമ്മൻ ഇതിഹാസ ഗോൾ കീപ്പർ മാനുവൽ ന്യൂയർ ചുവപ്പ് കാർഡ് കണ്ടു. കഴിഞ്ഞ ദിവസം DFB പൊകൽ എന്നറിയപ്പെടുന്ന ജർമ്മൻ ലീഗ് കപ്പ് പോരാട്ടത്തിൻ്റെ പ്രീ ക്വാർട്ടറിലാണ് നാടകീയ സംഭവം. ബയേൺ മ്യൂണിക്കിൻ്റെ നായകൻ കൂടിയായ ന്യൂയർ ബയർ ലെവർകൂസനെതിരായ പോരാട്ടത്തിലാണ് കരിയറിൽ ആദ്യമായി ചുവപ്പ് കാർഡ് കണ്ടത്. പന്തുമായി മുന്നേറിയ ലെവർകൂസൻ താരം ജെറമി ഫ്രിംപോങ്ങിനെ വീഴ്ത്തിയതിനാണ് റഫറി നേരിട്ട് ചുവപ്പ് കാർഡ് കാണിച്ചത്. ഫ്രിംപോങ് പന്തുമായി കുതിച്ചെത്തിയപ്പോൾ ഹെഡ് ചെയ്തു മാറ്റാനുള്ള ന്യൂയറിൻ്റെ ശ്രമം പാളി. ന്യൂയറിൻ്റെ ദേഹത്ത് തട്ടി ഫ്രിംപോങ് വീണു. പിന്നാലെ റഫറി ചുവപ്പ് കാർഡ് കാണിക്കുകയായിരുന്നു. 867 മത്സരങ്ങൾ ജർമ്മനിക്കും ബയേണിനുമായി കളിച്ച ന്യൂയർ ആദ്യമായാണ് ചുവപ്പ് കാർഡ് കണ്ടത്. മത്സരത്തിൽ ബയേൺ 1-0 പരാജയപ്പെട്ട് ജർമ്മൻ കപ്പിൻ്റെ ക്വാർട്ടർ കാണാതെ പുറത്താവുകയും ചെയ്തു. യൂറോ കപ്പിന് പിന്നാലെ 38-കാരനായ ന്യൂയർ ജർമ്മൻ ദേശീയ ടീമിൻ്റെ പടിയിറങ്ങിയിരുന്നു. പ്രൊഫഷണൽ കരിയറിൻ്റെ സായാഹ്നത്തിലുള്ള ഇതിഹാസ താരം ഈ സീസണോടെ ബയേൺ ജേഴ്സിയിൽ നിന്നും വിടവാങ്ങിയേക്കും.